ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങള് പരപ്പനങ്ങാടിക്ക് പോകാണ് കല്യാണത്തിന്റെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 വണ്ടിക്കാണ് പോണത്, ഒരു കാറും ഒരു ഇന്നോവയും, പിന്നെ ബൈക്കും 2 ബൈക്കിനുള്ള ആളുകളുണ്ട് കേട്ടോ. അത് ഉമ്മാൻ്റെ അനിയത്തിയും ഹസ്ബൻഡും അവരുടെ 2 മക്കളും. അവർ ബൈക്കിൽ പോന്നു, ഞങ്ങൾ കാറിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ റെഡ് കാറിൽ വന്ന ആളുകൾ സ്ഥലം മറിയാണ്ട്, ഓഡിറ്റോറിയം മറിയാണ്ട് കയറി അവിടെ നിന്നും കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് ഗൈസ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ അത് കയറാൻ ലേറ്റായിപ്പോയി എന്നല്ല, ഞങ്ങളാണ് അവിടെ ഫസ്റ്റ് കാലെടുത്ത് വെക്കുന്നത് എന്നാണ് ഞങ്ങൾക്കും തോന്നുന്നത്. ഞങ്ങളാണ് ആദ്യം അവിടെ എത്തിയത്. ഞങ്ങൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്തു. കുറച്ച് നേരം ഫോണിലൊക്കെ വീഡിയോസ് കാര്യങ്ങൾ സ്നാപ്പിലൊക്കെ കയറി കുറച്ച് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ്സ് കുറച്ചൊക്കെ ചെയ്ത് ഞങ്ങളെന്ത് ചെയ്തു, കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുടുംബക്കാരും ഉമ്മൻ്റെ ആങ്ങളുടെ മക്കളും പിന്നെന്താ പറയുക ജ്യേഷ്ഠനഞ്ചന്മാരുടെ മക്കൾ, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഫാമിലീസിനെയും കണ്ടു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. അപ്പം എല്ലാവരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കണ്ടുമുട്ടാനുള്ള ഒരു എന്താ പറയുക, അതിതീവ്രമായ കാത്തിരിപ്പിന് ശേഷം കണ്ടുമുട്ടുക എന്നതാണ്. ഇങ്ങനെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഞങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടലുള്ളൂ. പിന്നെ ഓല് കുറേ ലോങ് നിന്നാണ്, വയനാട്, മലപ്പുറം ാണ് വരുന്നത്. കുറേ ആളുകൾ കുറേ പോകുന്നവർ, അങ്ങനെ പല സ്ഥലത്താണ്. കുടുംബം, ഉമ്മാൻ്റെ കുടുംബം, അപ്പാൻ്റെ കുടുംബം എല്ലാവരും ഉണ്ട്. ഉമ്മൻ്റെ ആങ്ങളുടെ മക്കളെ പേരക്കുട്ടിയാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കല്യാണത്തിന് റിസപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്നിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു. പോത്തുമന്തി, ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അല്ല, മന്തി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കടലിലേക്ക് വന്നു. സുർക്കിയിട്ട് കുറേ ഉണ്ട്. സദ്ദാം ബീച്ചിലാണ് ഞങ്ങൾ. അവിടെ കുറേ പാർക്കൊക്കെ ഉണ്ടായിന്. അതിൽ ഞാൻ കയറിയില്ല. കടലിൽ പോയ ചാട്ടം. അങ്ങനെ ജലദോഷം പനി പിടിച്ചു കടലിൽ ചാടിയിട്ട്. ഞങ്ങൾ കുറച്ച് സമയം അതിലൊക്കെ മണ്ടണ ഞാനാ. നമ്മുടെ വെയിലത്താണ് അവിടെ എത്തിയത്. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വെയിൽ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോയി. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ തിന്നു. പൊക്കോണൊക്കെ മേടിച്ച് നല്ല രസമുള്ള പൊക്കോണി, ഐസ് ചരണ്ടി. പിന്നെ കുറേ മീനുകളൊക്കെ കണ്ടു. ഞാൻ ഉമ്മച്ചി എല്ലാവരും കണ്ടിക്കണേ. പിന്നെ ശംഖ് പെറുക്കിട്ടോ. ഞങ്ങൾ കുറേ ശംഖൊക്കെ പെറുക്കി. വൈക്കടവിലാണ്. പിന്നെ ബോട്ടൊക്കെ ഉണ്ടായിന് അവിടെ നിന്നാണ് കുറച്ചൊക്കെ ശംഖ് വൈക്കടവിലാണ്. പിന്നെ ബോട്ടൊക്കെ ഉണ്ടായിന് കൊണ്ടുവന്ന് വെച്ചിരിക്കണം, അതാണ് ഉദ്ദേശിച്ചത് ഗൈസ്. അവിടെ കുറേ ബോട്ടിന് അവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തത് തന്നെയാണ്. ബോട്ട് നിന്ന് അങ്ങനെ കുറേ ബോട്ട്. പിന്നെ ഞങ്ങൾ ബോട്ടിൻ്റെ അവിടെ ഇതിൻ്റെ മേലെ കൂടെ ഒരു പാലുണ്ട്, റോഡ്. കായലും കടലും കൂടി ചേരുന്ന സ്ഥലമാണത്. അപ്പോൾ ഒരു വശത്ത് കായലാണ്, കായൽ നേരെ കടലിലേക്ക് ചെന്നെത്തുന്ന ഒരു സ്പേസാണ് കായൽ. നമ്മൾ കായലിൻ്റെ ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കടലിൻ്റെ തീരത്ത് അവിടെ എത്തി. തിരകൾ കുറവായിരുന്നു, എന്തെന്നറിയില്ല. 2-3-4 ദിവസമായിട്ട് തിരകൾ കുറവാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒന്നാമത് എന്തെങ്കിലും എവിടെയെങ്കിലും വലിയ കടൽക്ഷോഭോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് തിര പോയിട്ടുണ്ടാവും. കാരണം ബംഗാൾ ഉൾക്കടലിൽ എന്തൊക്കെയോ ന്യൂനമർദ്ദങ്ങൾ സംഭവിക്കുന്നു എന്ന് ന്യൂസിൽ കേട്ടു. പിന്നെ കളിച്ചു കുട്ടികൾ കുറേ സമയം ഇതൊക്കെ ശങ്കാളാണ്. മണലിച്ച് എന്താ പറയുക,
അങ്ങനെ തിര അടിക്കണമൊക്കെ കണ്ട് ചെറിയ ചെറിയ തിരകളാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് കൊറേ നേരം കഴിഞ്ഞപ്പോ നല്ല തിരകൾ വന്ന് മീൻ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് പോയി. നിറച്ച് മീൻ അവിടെ നല്ല മണക്കുണ്ട്, ചീത്ത മണയും. ഓ ഭയങ്കര ബേർഡ് സ്മെല്ലായിരുന്നു ഗൈസ്. അത് കൂടെ നടന്നു പോകാൻ പോലും കൂന്തലുണ്ടായിന്. പിന്നെ ചെമ്പല്ലിനെടാ സൂതക്കുട്ടികൾ മത്തിയാളുണ്ടായിരുന്നു. മത്തി, കുഞ്ഞൻ മത്തിയും വലിയ മത്തി ഉണ്ടായിരുന്നു. പിന്നെ അയില ഉണ്ടായിരുന്നു, പിന്നെ കൂന്തൽ ഉണ്ടായിരുന്നു. കൊറേ സാധനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. കൊറേ കൊഞ്ച് വരെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുന്നത് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. അപ്പോൾ അതിൻ്റെ ഒരു ആരെങ്കിലും കണ്ടിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആരെങ്കിലും പിന്നെ അവിടെ ഇങ്ങനത്തെ ഒക്കെ കണ്ട കമന്റ് ഇടണേ. ബക്കറ്റൊക്കെ കൊണ്ടാണ് മീൻ വാങ്ങിക്കാൻ വരുന്നത്. അപ്പോൾ ബക്കറ്റിൽ ഒരു ബക്കറ്റ് നിറച്ച് മീൻ കിട്ടും. 100 രൂപ. ഇങ്ങനെ കാണുന്ന ഈ മീൻ ഇതാക്കണത് 200 രൂപ, അതാ കാണുന്നത് 600 രൂപ, കൊട്ടക്ക് 600 രൂപ. പിന്നെ ഒരു ബക്കറ്റ് നിറച്ച് വരെ കിട്ടുന്നത് ഗൈസ്. പിന്നെ നമുക്ക് നിറച്ച് കുഞ്ഞമത്തികളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചോദിച്ചു ഒന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ, പറഞ്ഞു അത് കയറ്റി അയക്കുന്ന മീനാണ്. അപ്പം നമുക്ക് അതിന്ന് കിട്ടൽ ചാൻസ് കുറവാണ്. ഈ ഇതാക്കണ അവിടെ ഈ ഭാഗത്തുള്ളിലായിട്ട് ഇരിക്കണ കുറച്ച് പേര്, അവരിങ്ങനെ എടുത്തിട്ട് നമുക്ക് തൂക്കി കണ്ടോ അല്ലെങ്കിൽ കൊട്ടക്കോ അങ്ങനെയൊക്കെ തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത മീനാണ്. പിന്നെ നമ്മൾ പോരാൻ നേരത്ത് നമ്മൾ കുറച്ച് ലോങ് ആയതുകൊണ്ട് കുറച്ച് ഐസ് നമ്മൾ കവർക്ക് അങ്ങനെ ഇടിയിച്ചിട്ടുണ്ട്. പിന്നെ അടിപൊളി എന്താണ് ഒരു ഫീലായിരുന്നു ഇവിടെ. പിന്നെ സ്മെല്ല്, ബാഡ് സ്മെല്ല്, ഭയങ്കര സ്മെല്ലായിരുന്നു, നിൽക്കാൻ അതിനുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ ട്രെയിനിനെ കണ്ടു, അതുകൊണ്ട് അതും കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഗൈസ്. കുട്ടികൾ കുട്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവർ അത് കാണിച്ചു കൊടുക്കാൻ പറ്റി. അവർക്ക് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ നേരെ അത് കഴിഞ്ഞാണ്ട് നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തന്നെ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തോ ഒരുപാട് യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം.